നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ കുറുമ്പിൻ്റെ കഥകൾ എത്ര കേട്ടാലും നമുക്ക് മതിയാകില്ല അല്ലേ? അതേപോലെ ഒരു കഥ തന്നെയാണ് കേട്ടോ ഇന്നും പറയാനായിട്ട് പോകുന്നത്. യശോദാമ്മ എല്ലാ ദിവസവും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കും. നന്ദഗോപർക്കും നമ്മുടെ ഭഗവാനും എല്ലാവർക്കും കഴിക്കാനായിട്ട് രാത്രിയിൽ ചപ്പാത്തി ഉണ്ടാക്കുക. നമ്മുടെ ഭഗവാന് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ചെറിയ ചെറിയ വട്ടത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ചപ്പാത്തികളൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുക. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ഒപ്പാനായിട്ട് ഈ വെണ്ണയിൽ കൽക്കണ്ടം പൊടിച്ചിട്ടിട്ട് അടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. കാരണം കുഞ്ഞല്ലേ, എരിയൂലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ വെണ്ണയിൽ കൽക്കണ്ടം പൊടിച്ചിട്ടിരിക്കുന്നത്. നന്ദഗോപുരക്കാണെങ്കിൽ കുറച്ച് എരിവൊക്കെ ഉള്ള കൂട്ടാനും അതേപോലെ തന്നെ 2 പച്ചമുളകൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഉണ്ണി കഴിക്കാനായിട്ടിരിക്കുന്ന സമയത്തെ തൻ്റെ കിണ്ണത്തിലില്ലാത്ത എന്തൊക്കെയോ അധികം വസ്തുക്കൾ അച്ഛൻ്റെ കിണ്ണത്തിലുണ്ട്. അപ്പോൾ അത് എല്ലാ ദിവസവും ഇങ്ങനെ നോക്കൂട്ടോ. പിറ്റേ ദിവസവും ഇതുപോലെ തന്നെയാണ്. അച്ഛൻ ഇതുപോലെയുള്ള കറികൾ ഉണ്ടായിരിക്കും, പച്ചമുളകൊക്കെ ഉണ്ടായിരിക്കും. ഭഗവാനാണെങ്കിലോ ഈ വെണ്ണയിൽ കൽക്കണ്ടം പൊടിച്ചിട്ടതുണ്ടായിരിക്കാം. അപ്പോൾ ഭഗവാൻ എന്താ ചെയ്തെന്നറിയോ? ഇതെന്താണെന്ന് അറിയണ്ടേ, ഇതിൻ്റെ രുചി എന്താണെന്ന് അറിയണ്ടേ? അതിന് വേണ്ടിയിട്ട് അമ്മ ഒന്നങ്ങോട്ട് നീങ്ങിയ ആ ഒരു തക്കത്തിനെ അച്ഛൻ്റെ കിണ്ണത്തിൽ നിന്ന് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് കടിച്ചത് തന്നെ ഓർമ്മയുള്ളൂ കേട്ടോ. വൃന്ദാവനം കുലുങ്ങുമാറ് അങ്ങോട്ട് അലറി വിളിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ എല്ലാവരും ഓടി വന്നു. ഗോപികമാർക്കൊക്കെ മനസ്സിലായി എന്താ കാര്യം എന്നുള്ളത്. അപ്പോൾ അവർ വരുമ്പോൾ തന്നെ ഇതേപോലെ കുറച്ച് കൽക്കണ്ടും അതുപോലെ തന്നെ പച്ചവെള്ളത്തിൽ പഞ്ചസാര ഇട്ട് കലക്കിയതും മധുര പലഹാരങ്ങളും ഈ വെണ്ണയിൽ കൽക്കണ്ടം പൊടിച്ചിട്ടതും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇവർ കൊണ്ടുവരുന്നത്. കാരണം എന്ത് കഴിച്ചാലാണ്, എന്ത് കൊടുത്താലാണ് ഭഗവാന്റെ ഈ എരിവ് മാറണേന്ന് അറിയില്ലല്ലോ. അങ്ങനെ എരിഞ്ഞിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുക. ഭഗവാനാണെങ്കിലും നാക്കൊക്കെ പുറത്തിട്ടിട്ട് കണ്ണൊക്കെ ചുവന്നിട്ട് മുഖമൊക്കെ ഇങ്ങനെ ചുവന്ന് തുടുത്തിട്ടേ ഇരിക്കുന്നത്. നല്ല കരച്ചിലും. അങ്ങനെ യശോദാമ്മയ്ക്കാണെങ്കിൽ ആകെ പരിഭ്രമായിട്ടോ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. തൊട്ടടുത്ത് യശോദാമ്മ ഉണ്ടാക്കിയിട്ടുള്ള ആ വെണ്ണയിലെ കൽക്കണ്ടം പൊടിച്ചിട്ടതൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ പരിഭ്രമം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. നന്ദഗോപരാണെങ്കിലോ ഇപ്പം എന്താ ഉണ്ടായേ എന്നുള്ള രീതിയിലാണ്. പച്ചമുളക് എടുത്ത് കടിച്ചിട്ടില്ലേ, കുഞ്ഞല്ലേ, അങ്ങനെ കടിക്കാൻ പാടില്ലല്ലോ, എരിയില്ലേ എന്നൊക്കെയാണ് നന്ദഗോപർ പിന്നെ ചോദിക്കുന്നത്. അങ്ങനെ ഗോപികമാരെ എല്ലാതും വെള്ളവും എല്ലാതും ഇങ്ങനെ കൊടുത്തിട്ട് അവസാനം ഭഗവാന്റെ എരിവ് ഇത്തിരി അങ്ങോട്ട് കുറഞ്ഞു. സമാധാനമായി. ആ കണ്ണിന്നൊക്കെ ഇങ്ങനെ വെള്ളം വന്നിട്ടേ ശരിക്കും മുഖം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സങ്കടം തോന്നും കേട്ടോ. അമ്മാതിരി എരിവായിരുന്നു. അങ്ങനെ ഭഗവാൻ പറഞ്ഞു, ഇനി ഞാനിത് കഴിക്കില്ല, ഞാനിത് കൈ കൊണ്ട് തൊടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കഥ. അതാണ് ഭഗവാന് എന്തുണ്ടാക്കുമ്പോഴും അതിൽ മുളക് ചേർക്കാറില്ല, പച്ചമുളക് ചേർക്കില്ല. പുറത്തെ കാര്യമല്ല കേട്ടോ, അകത്തെ കാര്യമാണ് പറയണത്. കടുക് വറുത്ത് ചേർക്കേ ചെയ്യുള്ളൂ. പിന്നെ കുരുമുളകാണ് ഇടുക. അതാണ് ഭഗവാന്റെ ഈ പച്ചമുളക് കടിച്ച ആ ഒരു കഥ.